ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ഇല്ല മാഡം. ഓ ഭാഗ്യം. ഇനി ജയിലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതും കൂടെ താങ്ങാൻ എനിക്ക് വയ്യ. ഇത് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും വലിയ തോൽവിയായിട്ടാ മീഡിയയും മേലുദ്യോഗസ്ഥരും ഒക്കെ കാണുന്നത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും മഹിമയെ നമ്മൾ കണ്ടുപിടിക്കണം. മഞ്ജു, തനിക്ക് അവളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാലോ. അവള് പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, അവള് വിളിക്കാൻ സാധ്യതയുള്ള കൂട്ടുകാർ, എല്ലാവരുടെയും ഒരു ലിസ്റ്റ് എടുക്കണം. യെസ് മാഡം. നമ്മള് പെട്ടെന്ന് ചെക്കിംഗ് തുടങ്ങിയത് കാരണം അവൾ ഈ സിറ്റി വിട്ട് പോയിട്ടുണ്ടാവില്ല. ചെക്കിംഗ് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല മാഡം. മഹിമ രക്ഷപ്പെടാനല്ല ശ്രമിക്കുന്നത്. അവൾ പീതാംബരന്റെ കൊലയാളിയെ കണ്ടുപിടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനവൾക്ക് ഈ നാട്ടിൽ തന്നെ നിൽക്കണം. അവൾ ഒളിച്ചോടാനല്ല ജയിലിൽ ചാടിയത്, ഒരു തുറന്ന യുദ്ധം നടത്താൻ വേണ്ടിയാ. അവള് നടത്തുന്ന ഈ യുദ്ധം ഈ ഡിപ്പാർട്ട്മെന്റിനോടും കൂടെയാണ്. അവളുടെ മുന്നിൽ ഡിപ്പാർട്ട്മെന്റ് തോൽക്കാൻ പാടില്ല. എന്ത് വഴി ഉപയോഗിച്ചിട്ടാണെങ്കിലും മഹിമയെ അറസ്റ്റ് ചെയ്യണം. മഹിമയെ തടയാൻ ശ്രമിച്ചപ്പോ അടികൊണ്ട് അവശനായി അഭി ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിലുണ്ട്. നിങ്ങൾ പോയി അവന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്ക്. നീ എന്തു പണിയാ മോളെ കാണിച്ചത്? കുറച്ചും കൂടി ക്ഷമ കാണിച്ചൂടായിരുന്നോ നിനക്ക്? മഹിമ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അയ്യോ, കഷ്ടമായിപ്പോയി. സാറിന് വലിയ തലവേദനയായി കാണുമല്ലോ. ഇനി അവളെ തിരിച്ചു പിടിക്കുന്നത് വരെ മനസമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ പോലും പറ്റില്ല. മേലുദ്യോഗസ്ഥന്മാരൊക്കെ വിളിച്ച് നന്നായിട്ട് ചീത്ത പറയുന്നുണ്ടാവും അല്ലേ? സാരമില്ല സാറേ, എല്ലാം ശരിയാവും. നീ നല്ല കളിയാ കളിച്ചത്. എന്ത് കളി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മഹിമയെ രക്ഷപ്പെടാൻ നീയല്ലേ സഹായിച്ചത്? എന്താ സാറേ ഈ പറയുന്നേ? ഞങ്ങള് ശത്രുക്കളായിരുന്നില്ലേ? പിന്നെന്തിനാ ഞാൻ അവളെ രക്ഷപ്പെടാൻ സഹായിക്കുന്നേ? ഞാൻ അവളുടെ തലക്കടിച്ചത് സാറും കണ്ടതല്ലേ? അവശ നിലയിലായ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് നിങ്ങളല്ലേ? അവള് രക്ഷപ്പെട്ടു പോയത് നിങ്ങളുടെ കസ്റ്റഡിയിൽ നിന്നല്ലേ? അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓഹോ, നിങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ട് അവള് രക്ഷപ്പെട്ടെന്നേ ഞങ്ങൾക്കറിയാം. അതിന് തെളിവ് വല്ലതുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഈ പറയുന്നതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാ. മഹിമയെ തലക്കടിച്ചതിന് നിനക്കെതിരെ നടപടി എനിക്കെടുക്കാം. അതെങ്ങനെയാ സാറേ? സാറ് തന്നെയല്ലേ മഹിമ കാല് വഴുതി വീണതാണെന്ന് ആശുപത്രിയിൽ പറഞ്ഞത്? ഇനി മാറ്റി പറഞ്ഞ സാറിന് തന്നെ അതിന്റെ ദോഷം ഉണ്ടാവാൻ പോന്നെ. മഹിമയുമായി പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് നിങ്ങൾ വെറുതെ അഭിനയിക്കുമായിരുന്നില്ലേ? നിങ്ങൾ എന്നെ പറ്റിക്കുമായിരുന്നില്ലേ? അതെ, ഈ ലോകത്ത് നിനക്ക് മാത്രമേ ബുദ്ധിയുള്ളെന്ന് നീ കരുതിയോ? നീ തന്നെ ചിന്തിച്ചതല്ലേ ഗോപാലനെ എതിർത്തിട്ടും ഇത്രയും കാലം ഞാൻ എങ്ങനെ ജീവനോടെ ഇരുന്നുവെന്ന്? അതെന്റെ ഈ ബുദ്ധി കൊണ്ട് തന്നെയാ. നീ കാണിച്ചത് വലിയ ബുദ്ധിയാണെന്ന് തോന്നുന്നുണ്ടോ? മഹിമ രക്ഷപ്പെട്ട് പുറത്തുപോയി, പക്ഷേ നീ ഇപ്പോഴും ഇതിനകത്ത് തന്നെയാ. സാർ വിചാരിച്ച ഈ ജയിലിൽ എന്തൊക്കെ നടക്കുമെന്ന് നിനക്കറിയാലോ. ജോർജ് സാറിന്റെ ഏകാധിപത്യം സാർ വന്നപ്പോ മുതൽ ഞാൻ കാണുന്നതല്ലേ? എന്താടി നിനക്കൊരു പുജ്ഞം? ആ പരിപാടിയൊന്നും വേണ്ട ജോർജ്. ജോർജേനോ? സാറിന് വിളിക്കടി. ദേ, എടിപൊടി എന്നൊക്കെ വിളിച്ച എന്റെ സ്വഭാവം മാറും. മര്യാദയ്ക്ക് സംസാരിച്ചോളണം. നീ എവിടെ നിന്നാണ് സംസാരിക്കുന്നതെന്ന് ബോധമൊക്കെ പോയോ? ഞാൻ വിചാരിച്ച നിന്നെ തീർക്കാൻ അധിക സമയമൊന്നും വേണ്ട.
അങ്ങനെയാണെങ്കിലേ എത്രയും പെട്ടെന്ന് ചെയ്തോ. വന്ന ഉടനെ തന്നെ സ്ഥലമാറ്റം ചെയ്യണമെങ്കിലേ എന്തെങ്കിലും കാരണം വേണമായിരുന്നു. ഇപ്പൊ തന്റെ ജയിലിൽ നിന്നും ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇനി തന്നെ മാറ്റണോന്ന് പറഞ്ഞാ ആർക്കും എതിർക്കാൻ പറ്റില്ല. ഇതിനെയാണ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത്. മഹിമയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്തു, തന്നെ ഇവിടെ നിന്ന് തെറിപ്പിക്കാനും പറ്റും. സൂപ്രണ്ടിന്റെ കസേരയില് താൻ അധികകാലം ഉണ്ടാവില്ല. ഇത് അക്കമ്മയുടെ വാക്കാ. എടി മതി, അതൊന്നും വേണ്ട കേട്ടോ. ഞങ്ങള് കുറ്റവാളികളാണെന്ന് കരുതി ഞങ്ങൾക്ക് അവകാശമൊന്നും ഇല്ലാന്ന് കരുതരുത്. ജോർജെ, താൻ വിചാരിച്ചത് ഈ ജയിലിൽ ഏകാധിപത്യം ഉണ്ടാക്കാവുന്ന. പക്ഷേ ഈ ജയിലുള്ളത് ഇന്ത്യയിൽ തന്നെയാണല്ലോ. ഇന്ത്യയിൽ ഇപ്പോഴും ജനാധിപത്യമാ. ഞങ്ങൾ ഇത്രയും പേരുടെ ഇഷ്ടത്തിനെതിരെ തനിക്കും തന്റെ ഈ വാലിന് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ താൻ ശ്രമിക്ക്. നീ ജയിച്ചെന്നാണോ കരുതുന്നത്? മുന്നിൽ നിൽക്കാൻ നീ ഉണ്ടെങ്കിലല്ലേ ഇവരൊക്കെ തലപൊക്കൂ. ഇന്ന് രാത്രി തന്നെ നിന്റെ അവസാനമായിരിക്കും. അതെന്റെ കൈ കൊണ്ട് നടക്കും. ജോർജ് ഒന്ന് ശ്രമിച്ചു നോക്ക്. ഓട്ടടി. അക്കമ്മ മൊത്തത്തിൽ ഒതുങ്ങിയെന്നാ ഞങ്ങള് വിചാരിച്ചത്. ഇനിയും മുന്നിൽ നിൽക്കാൻ ഒരാളായല്ലോ. അക്കമ്മ ധൈര്യമായി എന്ത് വേണേലും പ്ലാൻ ചെയ്തോ. ഞങ്ങള് കട്ടിക്ക് കൂടെയുണ്ട്. പക്ഷേ ആ ജോർജിനെ പേടിക്കണം. അയാൾ എന്തെങ്കിലും ചതി ചെയ്യാൻ സാധ്യതയുണ്ട്. ജോർജ് എന്തായാലും കണക്ക് തീർക്കാൻ ശ്രമിക്കും. അയാള് വരട്ടെ. നീ ഇങ്ങനെ വിഷമിക്കാതെ മോനെ. നിന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം നീ ചെയ്തല്ലോ. പക്ഷേ അത് പോരാതെ വന്നില്ല അമ്മേ. ഞാനും മഞ്ജുവൊക്കെ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ലേ? അവൾക്ക് കുറച്ചും കൂടി ക്ഷമ കാണിക്കാമായിരുന്നു. അവൾ ഏതൊക്കെ അവസ്ഥയിലൂടെ കടന്നുപോയെന്ന് നിനക്കറിയില്ലല്ലോ. അതെന്ത് തന്നെയാണെങ്കിലും ഞാനും മഞ്ജുവും അവളെ രക്ഷിക്കാൻ വേണ്ട എല്ലാം ചെയ്യുമെന്ന് അവൾക്ക് അറിയാമായിരുന്നില്ലേ? ഞങ്ങളെ കഴിവിൽ വിശ്വാസമില്ലാത്തോണ്ടല്ലേ അവള് കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്തത്. എന്നിട്ടിപ്പോ രക്ഷപ്പെട്ടിട്ട് അവൾ എന്താ നേടിയത്? കുറച്ചു കാലം കൂടി ജയിലിൽ കിടക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി. മഞ്ജു വരുന്നടാ.